വിമർശിക്കുന്നതാരെ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഈ സർക്കാരിൻ്റെ പോലീസ് ഒരു പ്രത്യേക രൂപത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അതൊരു ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ മർദ്ദക സ്വഭാവം കൈവരിച്ചിരിക്കുന്നു എന്ന വിമർശനമാണ് വി.എസ്. അച്യുതാനന്ദൻ്റെ പ്രസ്താവന മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന സംഭവങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വിവാദമായ വിഷയങ്ങളുമാണ്. വി.എസ്. വിമർശിക്കുന്നത് പിണറായിയുടെ പോലീസ് നയത്തെ തന്നെയല്ലേ? പോലീസ് പുതുതായി ഗവൺമെൻറ് വന്നുണ്ടാക്കിയ പോലീസല്ല, അതൊരു സ്ഥിരം സംവിധാനമാണ്. ആ സ്ഥിരം സംവിധാനത്തിൽ പോലീസ് ഗവൺമെൻറ് മാറിയത് മനസ്സിലാക്കാതെ, ഈ ഗവൺമെൻറ് നയം ആളുകളെ മർദ്ദിച്ചൊതുക്കലല്ല, ആളുകളെ ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചൊതുക്കി ഭരണം നടത്തുന്നത് ഒരു ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഒരു ഗവൺമെൻറ് ആകുമെന്നാണ് വി.എസ്. പറഞ്ഞത്. ഇവിടെ ഈ ഗവൺമെൻറ് നയത്തെ അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല. ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെടുക്കുന്ന അവരുടെ പഴയ അനുഭവങ്ങളും പാരമ്പര്യവും തുടരുന്നതിനെയാണ് വി.എസ്. വിമർശിച്ചിരിക്കുന്നത്. ചിലയിടത്തെല്ലാം ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുണ്ട്. ഈ ഗവൺമെൻറ് നയം നടപ്പാക്കലാണ് പോലീസ് ചെയ്യേണ്ടത്. മറിച്ച് ഈ ഗവൺമെൻറ് ടാർപ്പിഡോ ചെയ്യാൻ, ഈ ഗവൺമെൻറ് ജനങ്ങളുടെ ഇടയിൽ അസംതൃപ്തി ഉണ്ടാക്കാൻ ബോധപൂർവം ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ പരിശ്രമിക്കുന്നുണ്ട്. പോലീസ് മുഴുവൻ അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇത്തരം പരാതികൾക്ക് ഇടകൊടുക്കാതെ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. പക്ഷേ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ പർപ്പസായി അവർ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഇടതുപക്ഷ മുന്നണിക്കാരാണെന്ന് മനസ്സിലാക്കിയാൽ അവരെ പീഡിപ്പിച്ച് BJPക്ക് അനുകൂലമായി RSSന് അനുകൂലമായ നിലപാടുകൾ ചിലയിടത്ത് സ്വീകരിക്കുന്നുണ്ട്. ആ വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നീതി നടത്തലല്ല, രാഷ്ട്രീയം കളിക്കലാണ്. ആ രാഷ്ട്രീയം കളി അവരെ അവസാനിപ്പിക്കണം. ഒരു ഗവൺമെൻറ് ഏതായാലും ശരി, ആ ഗവൺമെൻറ് നയം നടപ്പാക്കണം. ഈ ഗവൺമെൻറ് ആളുകളെ മർദ്ദിച്ചൊതുക്കുന്ന നയം സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻറ് അല്ല. ആ നിലയിൽ ആ ഗവൺമെൻറ്റിൻ്റെ സമീപനം നയം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നില്ല എന്ന വിമർശനമാണ് വി.എസ്. ഉയർത്തിയിട്ടുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഒരു സർക്കാർ മാറുമ്പോൾ ഈ പോലീസ് മാറുന്നില്ല എന്നൊക്കെ ഒരു വാദത്തിന് പറയാമെങ്കിലും, ഒരു സർക്കാർ മാറുന്നത് പിന്നെ ഒരു സംവിധാനത്തിലെ മാറ്റത്തിൻ്റെ സ്വഭാവം പ്രകടമാകാതെ എങ്ങനെയാണ് അനുഭവവേദ്യമാവുക? സർക്കാരും തുടർച്ചയാണെന്ന വാദമുണ്ടല്ലോ, അത് നിങ്ങൾ അംഗീകരിക്കില്ലല്ലോ. നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു ജനവിധിയാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായ ഭരണമാറ്റമാണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ആ നയത്തിൻ്റെ പ്രതിഫലനം സർക്കാർ സംവിധാനത്തിൽ അടിമുടി പ്രത്യക്ഷമാകണം എന്നതാണ്. ആ നയസമീപനം അടിമുടി സർക്കാർ സംവിധാനത്തിൽ വ്യക്തമാകണമെന്ന് പറഞ്ഞതിനോട് യോജിക്കുന്നു. അതിന് ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ സർക്കാരിൻ്റെ നയങ്ങളെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ചിലർ സ്വീകരിക്കുന്നുണ്ട്. ആ സ്വീകരിക്കുന്നതിനെ കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്യാനുള്ള ഒറ്റപ്പെട്ട സംഭവമല്ല ശ്രീ ആനത്തലവട്ടം എടുക്കും. ഒറ്റപ്പെട്ട സംഭവമല്ല. ഇവിടെ ഏതെങ്കിലും ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു നടപടി പോലീസ് എടുക്കുന്നതിനെതിരെ അല്ല വിമർശനം വരുന്നത്. ഒരു കോടതി ഉത്തരവ് വരുന്നു, ആ കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട തുറന്ന സംവാദം നടക്കുന്നു. അതിൻ്റെ ഒരു ഘട്ടത്തിൽ ആ കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട എന്ത് വ്യത്യസ്താഭിപ്രായം വന്നാലും അതൊരു പരാതി രൂപേണ കിട്ടേണ്ട താമസം ഏറ്റവും വലിയ രാജ്യദ്രോഹ കുറ്റമെന്ന നിലയിൽ അത് പരിഗണിച്ച് തുടർ നടപടികളിലേക്ക് ശ്രദ്ധയോടെ ഒരു പോലീസ് സംവിധാനം പോകുന്നു. പോലീസ് ശ്രദ്ധ കാട്ടുന്നുണ്ട്. ഉത്തരവാദിത്ത നിർവഹണത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അവർ ചെയ്യുന്നില്ല. പക്ഷേ ഏത് ആശയത്തിൻ്റെ സംരക്ഷകരായി അവർ പെട്ടെന്നൊരു ദിവസം മാറിയിരിക്കുന്നു എന്നതാണ് വി.എസിൻ്റെ ഈ പ്രസ്താവനയെ പ്രസക്തമാക്കുന്നത്. അത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥർ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ചെയ്ത ഒരു തെറ്റായ നടപടി എന്ന നിലയ്ക്കല്ല വി.എസിൻ്റെ ഈ വിമർശനത്തെ കാണേണ്ടത്. അല്ലേ വി.എസിൻ്റെ വിമർശനമെന്ന് ഞാനത് കാണുകയുണ്ടായി. അതിൽ പറഞ്ഞിരിക്കുന്ന പോലീസിൻ്റെ നിലപാടുകൾ, അവരെടുത്തിരിക്കുന്ന സമീപനം ശരിയല്ല തന്നെയാണ്. അതവർ തിരുത്തണം. ഗവൺമെൻറ് നിലപാടും അത് തന്നെയാണ്. പോലീസ് എടുക്കുന്ന ഈ സമീപനം നമുക്ക് തുടരാൻ സാധിക്കില്ല. പോലീസ് ഏതെങ്കിലും ഇന്നിപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ ചില പോലീസുകാരെടുത്തേക്ക് നിലപാടിനോട് നമുക്ക് യോജിക്കാനേ സാധിക്കില്ല. ഇന്ന് കൊച്ചിയിലൊക്കെ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ കടുത്ത വിമർശനത്തിന് വിധേയമാക്കുകയാണ്. ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചില ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയാൽ, പെറ്റി കേസുകളിലൊക്കെ തന്നെ പിടിച്ചുകൊണ്ട് പോയാൽ, ആരെങ്കിലും പാർട്ടി ഓഫീസിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏതെങ്കിലും ആൾക്കാരെ നാട്ടിലുള്ള അവർക്ക് പരിചയക്കാരെ അയാളുടെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയുന്ന പണിയൊക്കെ ചെയ്യാറുണ്ട്. അത് CPM ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ശിക്ഷ കൂടുതൽ കൊടുക്കുന്ന രീതിയിൽ പരസ്യമായി പെരുമാറുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്.
അതവർ RSSൻ്റെ BJPയുടെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണ്. ആ നില തുടരാൻ സാധിക്കില്ല. അതിലൊക്കെ അവർ മാറ്റേണ്ടി വരും. പ്രത്യേക പരിഗണനയൊന്നും പ്രശ്നം ശ്രീ ആനത്തലവട്ടമാനന്ദൻ ഇപ്പോൾ കമലുമായി ബന്ധപ്പെട്ട വിവാദം. ഈ കമലുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി നൽകുകയാണ്. കമലിൻ്റെ കാര്യത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് സംഘപരിവാരമല്ല, കമലിൻ്റെ നടപടികളെ ആ രൂപത്തിലല്ല വിലയിരുത്തേണ്ടത് തുടങ്ങിയിട്ടുള്ള പ്രതികരണങ്ങൾ ഒന്നിലധികം തവണയായി പിണറായി വിജയൻ പറയുന്നു. ശരി, ആ വിഷയത്തിൽ കമലിനൊപ്പമാണ് പിണറായി വിജയൻ എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുക. എന്നാൽ പിണറായി വിജയൻ്റെ വകുപ്പായ പോലീസ് വകുപ്പ് കമലിനെതിരെ ഏത് വിമർശനമാണോ ഉയർന്നത് അതേ വിമർശനം ഉയർത്തുന്ന ആളുകളെ മുഴുവൻ UAPA ചുമത്തി പിടിച്ചകത്തിടുക. എന്തർത്ഥമുണ്ട് അങ്ങനെയെങ്കിൽ പിന്നെ കമലിനെ അനുകൂലിക്കുന്ന പിണറായി വിജയൻ്റെ നിലപാടുകൊണ്ട്? അല്ല, അത് വളരെ സ്പഷ്ടമായിട്ട് കാണാൻ കഴിയുമല്ലോ. കമലിനെ അനുകൂലിക്കുന്ന നിലപാട് മാത്രമാണ് ഗവൺമെൻറ് എടുത്തത്. അതേസമയം കമലിൻ്റെ വീട്ടിന് മുമ്പിൽ പോയി ദേശീയ ഗാനം ആരോപിക്കുകയാണ്. അതെവിടെയാണുള്ള ഭരണഘടനയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? അതുപോലെ ആരുടെയെങ്കിലും വീട്ടിൽ പോയി അവരെ ആക്ഷേപിക്കാൻ ദേശീയ ഗാനം പാടുക എന്നുള്ളത് അത് ദേശീയ ഗാനത്തിൻ്റെ ആ ലക്ഷ്യത്തെ തന്നെ അതിനെ കടയ്ക്ക് കത്തിവെക്കലാണ്. പോലീസ് ഒരു നടപടി എടുക്കുന്നില്ല. പോലീസ് എടുക്കേണ്ട നടപടി. അപ്പോൾ പോലീസുകാർ ചില വീഴ്ചകൾ കാണിക്കുന്നുണ്ട്. അത് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ട് ഗവൺമെൻറ് അനുചിതമായ നടപടികൾ സ്വീകരിക്കണം. അത് ഗവൺമെൻറ് ഒരു വീഴ്ചയായി ചിത്രീകരിക്കാൻ പ്രതിപക്ഷമൊക്കെ ശ്രമിക്കും എന്നുള്ളത് നേരാണ്. പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കമലിനെതിരായി അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ലെന്ന് വ്യക്തമാക്കുക. അതാണ് ഗവൺമെൻറ് നിലപാട്. പോലീസ് അത്തരത്തിലല്ല നിൽക്കുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് അത് കമലിൻ്റെ കാര്യത്തിലും മറ്റു ചില പ്രശ്നം. ശരി, ശ്രീ ആനത്തോടെ ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ JR പത്മകുമാർ, ഏതാനും പോലീസുകാർ തെറ്റായ രൂപത്തിൽ പ്രവർത്തിക്കുന്നു, അത് ഈ സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായല്ല എന്ന് മാത്രവുമല്ല, അവരിൽ ചിലർക്ക് ഈ രൂപത്തിൽ അവർ പ്രവർത്തിക്കുന്നതിന് കാരണമായിരിക്കുന്നത് അവരുടെ പ്രത്യേക രാഷ്ട്രീയ താല്പര്യങ്ങളാണെന്നുമാണ് ശ്രീ ആനത്തലവട്ടം വിമർശിക്കുന്നത്. യോജിപ്പുണ്ടോ ഇതിനോട്? ഇല്ല, അദ്ദേഹം സൗകര്യപൂർവ്വം ചില ഈ പോലീസിൻ്റെ നടപടികളെ ന്യായീകരിക്കും, അല്ലെങ്കിൽ പിണറായി വിജയൻ ഗവൺമെൻറ് നടപടിയെ ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്നത്. ഈ പാർട്ടി തന്നെ ഫാസിസ്റ്റാണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് അച്യുതാനന്ദനാണല്ലോ. അദ്ദേഹം ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആദ്യം പറഞ്ഞത് എൻ്റെ പാർട്ടി ഫാസിസ്റ്റാണ് എന്നല്ലേ ആദ്യം അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിനെ തുടർന്ന് ഇപ്പോൾ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് വന്നതിന് ശേഷം നോക്കുക, പോലീസ് അട്രോസിറ്റീസ് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ആദ്യം തന്നെ ഹെൽമെറ്റ് ധരിക്കാത്ത ഒരാളിനെ കയ്യിൽ നിന്ന് ടോർച്ച് കൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ച സംഭവം മുതൽ ഈ അടുത്ത കാലത്ത് KSEBയിലെ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനെ കൊല്ലത്ത് ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിച്ച് കൊന്ന സംഭവം വരെ നിരവധി സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട്. അപ്പോൾ ഇങ്ങനെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഈ സംഭവങ്ങളുടെ ഭാഗമായിട്ട് പിടിച്ചുകൊണ്ട് വരുന്ന ആളുകളൊക്കെ ആ അന്വേഷണ പ്രക്രിയയ്ക്ക് ശേഷം തിരിച്ചു വന്നിട്ട് ഇങ്ങനെ കടവരാന്തയിലും ആശുപത്രി തിണ്ണയിലൊക്കെ ഇരുന്ന് പിച്ച തെണ്ടുന്നത് കാണുമ്പോൾ ഇതൊക്കെ പുരോഗമനപരമായ ഒരു പൗരസംരക്ഷണത്തിൻ്റെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അച്യുതാനന്ദൻ പറഞ്ഞതിൽ കുറേ സത്യമുണ്ട്. പിന്നെ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം RSSകാരാണ് പോലീസുകാരെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മൾ കണ്ണൂരിൽ ഇടയ്ക്ക് കണ്ടല്ലോ, മാഹിയിൽ നിന്നൊരു ചെറുപ്പക്കാരനെ മോഹനൻ കൊലക്കേസിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയിട്ട് CBI ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, CBI അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്ത കേസിൽ അദ്ദേഹത്തിനെ കൊണ്ട് എങ്ങനെയാണ് മൊഴി പറയിപ്പിച്ചത് എന്നുള്ളതിനൊക്കെ സംബന്ധിച്ച് കണ്ണൂർ സെഷൻസ് കോടതിയിൽ അദ്ദേഹം അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. എന്താണ് പെരുമാറിയെന്ന്. അപ്പോൾ CPM അനുകൂലമായിട്ട് എടുക്കുമ്പോൾ അത് പുരോഗമനവും മതേതരത്വവും ജനാധിപത്യപരവും, അല്ലാതെ വരുമ്പോൾ അത് RSS BJP അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യമെന്ന് പറയുന്നത് ശരിയല്ല. ഒരു നിലപാട് വേണം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായിട്ട് രാജ്യ താല്പര്യം വേണം, നമ്മുടെ ക്രമസമാധാന പാലനം വേണം, അതോടൊപ്പം തന്നെ പൗരസംരക്ഷണവും വേണം. ഇത് ഇവിടെ പിച്ച് ചീന്തുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതാണ് അച്യുതാനന്ദൻ പറഞ്ഞത്. ശ്രീ PK ഫിറോസ്, യൂത്ത് ലീഗ് പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുന്നു എന്നാണല്ലോ ഇന്നത്തെ തീരുമാനം. എന്ത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു സമരപരിപാടിയിലേക്ക് നിങ്ങൾ പോകുന്നത്? രണ്ട് കാര്യമുണ്ട് വേണു. ഒന്ന്, ഇപ്പം ദേശീയ തലത്തിൽ തന്നെ സംഘപരിവാരങ്ങളുടെ ഒരു അജണ്ട, ഈ ദേശസ്നേഹത്തിൻ്റെയും രാജ്യസ്നേഹത്തിൻ്റെയും ഒക്കെ അളവ് നോക്കുന്നത് തങ്ങളാണെന്നുള്ളൊരു ധാരണ, അതുപോലെ തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നവർ തങ്ങളാണെന്ന സംഘപരിവാരങ്ങളുടെ ഒരു ബോധം, അതിൻ്റെ അടിസ്ഥാനത്തിൽ സംഘപരിവാർ ഭരണകൂടങ്ങളും അതുപോലെ തന്നെ സംഘപരിവാരങ്ങളും രാജ്യവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ചില നീക്കങ്ങൾ, അത്തരം നീക്കമുണ്ടായപ്പോൾ ഉദാഹരണത്തിന് ഗുലാം അലിയെ മഹാരാഷ്ട്രയിൽ പാടിപ്പിക്കില്ല എന്ന സംഘപരിവാരങ്ങളുടെ തീരുമാനം വന്നപ്പോൾ ഗുലാം അലിയെ കേരളത്തിൽ കൊണ്ടുവന്ന് പാടിപ്പിച്ച ഒരു ചരിത്രമാണ് കേരളത്തിനുള്ളത്. ഈ സംഘപരിവാർ മനോഭാവത്തിനെതിരായി ഒന്നിച്ചു നിന്ന ഒരു പാരമ്പര്യമാണ്. അതിനെതിരായ നീക്കങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം നിയമപരമായ പ്രശ്നമാണ്.
ഇപ്പോൾ ഒരു യുവമോർച്ച പ്രവർത്തകൻ ഒരു പരാതി കൊടുക്കുന്നു, ദേശീയ ഗാനത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞൊരു പരാതി കൊടുക്കുന്നു. ആ പരാതി കൊടുക്കുമ്പോൾ കരുനാഗപ്പള്ളിയിലെ പോലീസ് കോഴിക്കോട്ട് വന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഒരു രോഗിയായ, നിത്യരോഗിയായ, ഒരു പാവപ്പെട്ട, ഒരു നിരായുധനായ ഒരു എഴുത്തുകാരനെ കസ്റ്റഡിയിലെടുക്കുന്നു. ഇതിനകത്ത് ചില നിയമപ്രശ്നങ്ങളുണ്ട് വേണു. കാരണം സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു, നേരത്തെ അനീഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന കേസിൽ 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളിൽ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, നോട്ടീസ് നൽകി അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകാൻ ആവശ്യപ്പെടുക മാത്രമേ പാടുള്ളൂ എന്ന് സുപ്രീം കോടതിയുടെ തന്നെ വിധിയുണ്ട്. ആ വിധിയുടെ ലംഘനമാണ് കേരളത്തിലെ പോലീസിന് നടപടിയിൽ ഉണ്ടായിട്ടുള്ളത്. മറ്റൊന്ന്, ഇനി ദേശീയ ഗാനത്തെ അപമാനിച്ചു എന്ന് തന്നെ വെക്കുക. അങ്ങനെ വന്നാൽ തന്നെ 971 പാർലമെൻറ്റ് പാസ്സാക്കിയ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ ആക്ട് 1971, ആ ആക്ട് പ്രകാരമേ കേസെടുക്കാൻ പറ്റുള്ളൂ. ആ ആക്ടിൽ 3 വർഷമാണ് പരമാവധി ശിക്ഷ എന്ന് പറഞ്ഞാൽ 7 വർഷത്തിൽ കുറവാണ്. അപ്പോൾ ഈ കേസിലാണ് 124A പ്രകാരം സെഡിഷൻ, രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഇദ്ദേഹത്തെ ഇത്ര ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പോലീസ് നട്ടലൊടിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കസ്റ്റഡിയിലെടുക്കുന്നത്. എന്ത് സാഹചര്യമാണ് കേരളത്തിൽ അത്തരത്തിൽ ഒരു പൗരനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നടപടിയില്ല? ഇപ്പോൾ ഇനി ആനത്തല ബാലൻ പറയുന്നു ചില ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ട്, പിന്നെ ഒരു നിസ്സഹായതയിലുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, അത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് നമുക്കറിയാം, നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് പോലീസിനെതിരെ നടപടിയെടുക്കുന്നില്ല? ഇത്തരത്തിൽ പച്ചയായി പൗരാവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും ലംഘിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കാത്തത്? അവിടെയും പ്രശ്നമുണ്ട് വേണു. കാരണം നേരത്തെ പിണറായി വിജയൻ്റെ ഒരു നിലപാടുണ്ട്, പോലീസിൻ്റെ ആത്മവീര്യം നഷ്ടപ്പെടുത്തുന്ന ഒരു നിലപാടും ഞങ്ങൾ എടുക്കില്ല. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൺസേൺ എന്ന് പറയുന്നത് പോലീസിൻ്റെ ആത്മവീര്യമാണ്. സാധാരണക്കാരൻ്റെ പൗരൻ്റെ ആത്മവീര്യത്തെക്കുറിച്ച്, ആത്മവിശ്വാസത്തെക്കുറിച്ച് ഒരു കൺസേണും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭത്തിനിറങ്ങും എന്ന് പറഞ്ഞു. ശരി, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, നിങ്ങളുടെ ഗവൺമെൻറ് കാലത്ത് ഈ ബീഫ് വിവാദമൊക്കെ ഉണ്ടായപ്പോൾ പോലീസ് കൃത്യമായി ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ് സംഘപരിവാറിൻ്റെ അജണ്ടയാണ് നിങ്ങൾ നടപ്പാക്കുന്നത് എന്ന് വലിയ പ്രക്ഷോഭം നടത്തിയവരാണ് ശ്രീ ആനത്തല വട്ടമാനന്ദൻ അടക്കമുള്ള നേതാക്കന്മാരും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും. ഇപ്പോൾ എന്തൊക്കെയാണോ ഇതര BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതേ നടപടികളല്ലേ കേരളത്തിലും സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും കഴിഞ്ഞ ഐക്യ ജനാധിപത്യ മുന്നണി ഭരണകാലത്ത് എന്തിനൊക്കെ എതിരെയാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമരം നടത്തിയത്, ആ സമരം നടത്തി ജനങ്ങളെ ആകർഷിച്ച് ജനങ്ങളുടെ വോട്ട് നേടിയെടുത്താണ് അധികാരത്തിൽ വന്നത്. അധികാരത്തിൽ വന്ന ആളുകൾ അതേ കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവും ഇന്ന് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഭരണപരിഷ്കാര കമ്മിറ്റിയുടെ അധ്യക്ഷനുമായ ശ്രീ അച്യുതാനന്ദൻ അടക്കം ഇതിനെതിരെ പ്രതികരിക്കേണ്ടി വന്നു. മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ യോഗത്തിലും ശക്തമായ പ്രതികരണം കേരളത്തിലെ പോലീസിനെതിരെ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷേ മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കാത്തതുകൊണ്ടായിരിക്കാം അത്തരം യോഗത്തിൽ ആക്ഷേപം പോലീസിനെതിരെ വന്നിട്ടുള്ളത്. കണ്ണൂർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പോലീസ് സ്റ്റേഷൻ അകത്ത് കയറി ഈ ഭരണത്തിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ അതിശക്തമായി പ്രസംഗം നടത്തിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം ഇവിടെ കളിക്കുന്നത് BJP ആണ്. ആർക്കും അതിനൊരു തർക്കവുമില്ല. അത് സംഘപരിവാറാണ്, RSS ആണ്. ഗോവിന്ദ് പൻസാരയുടെയും അതുപോലെ തന്നെ നരേന്ദ്ര ദബോർക്കറുടെയും കൽബുർഗിയുടെയും പെരുമാൾ മുരുകൻ്റെയും അതുപോലെ തന്നെ ഹൈദരാബാദിൽ മരിക്കേണ്ടി വന്ന രോഹിത് വെമൂലയുടെയും കാര്യമെടുക്കുക. ഒരു കാലത്ത് പ്രവാചകനായ മുഹമ്മദ് നബിയെ ആക്ഷേപിച്ചുകൊണ്ട് സാത്താനീസ് വേഴ്സസ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയപ്പോൾ ആ പുസ്തകം ലോകത്താദ്യമായി നിരോധിച്ച രാജ്യം ഇന്ത്യയാണ്. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജിവെക്കാൻ, ആവിഷ്കാര സ്വാതന്ത്ര്യം ഹരിച്ച രാജീവ് ഗാന്ധി രാജിവെക്കാൻ വായി മൂടിക്കെട്ടി ഭാരത ബന്ദ് നടത്തിയൊരു പാർട്ടിയാണെന്ന് കേരളം ഭരിക്കുന്നത്. അവരാണ് ഇന്ന് അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം കളിക്കുന്നത്. ഇവിടെ കമൽ സി ചവറ അദ്ദേഹം എന്ത് തെറ്റാ ചെയ്തത്? അദ്ദേഹം പിന്നെ ശ്മശാനത്തിലെ നോട്ട് പുസ്തകം അല്ലെങ്കിൽ ശശിയും ഞാനും എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നോവലിലെ ചില ഭാഗങ്ങൾ ഫേസ്ബുക്കിലിട്ടു. അതിൻ്റെ പേരിലാണ് ചവറ പോലീസ് കോഴിക്കോട്ട് പോയി അദ്ദേഹത്തെ അണാദറൈസ്ഡായിട്ട് കസ്റ്റഡിയിലെടുക്കുന്നതും യാതൊരു വിധമായ അറസ്റ്റ് രേഖപ്പെടുത്താതെ 12 മണിക്കൂർ വെക്കുന്നതും. ഇവിടെയൊക്കെ പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞു സെക്രട്ടേറിയറ്റിൽ വരുന്ന ഓരോ ഫയലുകളും ഓരോ ജീവിതമാണ്. അപ്പോൾ ഈ കമൽ സി ചവറയുടെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിച്ചു 4 ദിവസം ആശുപത്രി കിടന്ന് അവിടെ മരുന്ന് വാങ്ങിക്കാൻ വന്ന ഒരാളെ കൊണ്ടുപോയി അദ്ദേഹത്തെ ഇത്ര മാരകമായി പീഡിപ്പിക്കേണ്ട എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തത്?
എന്ത് തെറ്റാ ചെയ്തത്? ഇപ്പോൾ ഇവിടെ ജനഗണമന അതിനെ ആദരിക്കണം. എല്ലാവരും പിന്നെ നമ്മുടെ രാഷ്ട്രഗാനത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം. പക്ഷേ അത് ആദരിക്കാൻ തയ്യാറാകാത്ത ആളുകളെ ഒരു പരിപാടി നടക്കുന്ന ഹാളിൽ പോയി ചില ക്രിമിനലുകളെ കൈകാര്യം ചെയ്യുന്ന പോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക, അവരുടെ പേരിൽ നടപടിയെടുക്കാൻ ശ്രമിക്കുക, ഇതൊക്കെ ഒരു പിന്നെ പുരോഗമന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. പിണറായി വിജയൻ്റെ പരിചയക്കുറവ് കൊണ്ടാണോ അതേ പിണറായി വിജയൻ എന്തു ചെയ്തിട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹത്തിന് പിഴവ് പറ്റിയിരിക്കുന്നു. കേരളത്തിലെ ഭരണം പോലീസിനെ അഴിഞ്ഞാടാനുള്ള അവസരമാക്കിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ കോഴിക്കോട്ട് ഒരു ഗർഭിണിയെയും കുഞ്ഞിനെയും ആക്രമിച്ച സംഭവം, അതുപോലെ തന്നെ സദാചാര പോലീസുകാർ പല സ്ഥലത്തും ഈ ലൈംഗികമായ അരാജകത്വം അനുഭവിക്കുന്ന കുറേ ആളുകൾ ഇവിടെയുണ്ട്. അവരാണ് ഈ സദാചാര പോലീസ് എന്ന് പറയുന്നത്. അവർ അഴിഞ്ഞാട്ടം നടത്തുകയാണ്. അവരെ നിയന്ത്രിക്കാനൊന്നും പോലീസിന് കഴിയുന്നില്ല. എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രി പോലീസ് ഭരണത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താത്തത് കൊണ്ട് പോലീസ് തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നു. ഒരുപക്ഷെ ആ പോലീസിൽ ചില ആളുകൾ പറയുന്ന പോലെ RSSൻ്റെ പ്രേതം കേരളത്തിലെ പോലീസിനെ ബാധിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താനാകാത്തൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ CR നീലകണ്ഠൻ, പോലീസിനെതിരെ ഉയരുന്ന വിമർശനം ഏതാനും ചില ഉദ്യോഗസ്ഥർക്ക് പറ്റുന്ന പിഴവ് എന്ന നിലയിലാണ് ഇവിടെ ശ്രീ ആനത്തലട്ടവും വിമർശിച്ചത്. അങ്ങനെ തന്നെ VSൻ്റെ പ്രസ്താവന അടക്കം വ്യാഖ്യാനം ചെയ്യപ്പെടുമോ? അതോ പിണറായി വിജയൻ ഒരു തെറ്റിദ്ധരുത്തൽ